യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. And the Lord delivered the king of Judea into his hand, along with all of his officers, nobles, and administrators. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പേനാസിനോട് ഇസ്രയേൽ മക്കളെ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ടു അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിനു അവൻ ബേൽത്തശസ്സർ എന്നും ഹനന്യാവിന് ശദ്രക് എന്നും മീശായേലിനു മേശക് എന്നും അസര്യാവിനു അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്കു അപകടം വരുത്തുമെന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നതുപോലെ അടിയങ്ങളോട് ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഇക്കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു. 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചുവന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ചു വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസരിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. You are Nebuchadnezzar, son and heir of Nabopolassar, king of Babylon. You have destroyed Nineveh the mighty, seat of Assyria, and taken from her hand the scepter of nations. You are the commander of commanders, saying, "This is what the Lord God Almighty, the God of Israel, says to all those carried into exile from Jerusalem to Babylon. Build houses and settle down. Plant gardens and eat what they produce. Marry and have sons." രാജാവ് അവരോട് ഞാൻ വിവേകസംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. I pronounce them worthy. Have their names be written in the book of the wise. നെബൂഖദ്നേസരിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അവന് ഉറക്കമില്ലാതെയായി. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു.
രാജാവ് അവരോട്, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ടു എന്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് കൽദയർ അരാമ്യ ഭാഷയിൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു. രാജാവ് കൽദയരോട് ഉത്തരം അരുളിയത്, വിധി കൽപ്പിച്ചുപോയി. സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പീൻ. അവർ പിന്നെയും, രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു. അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത്, വിധി കൽപ്പിച്ചുപോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധി മാത്രമേയുള്ളൂ. സമയം മാറുവോളം എന്റെ മുമ്പിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു. സ്വപ്നം പറവീൻ, എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ബോധ്യമാകും. കൽദയർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽദയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ചു അത്യന്തം ക്രുദ്ധിച്ചു ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട അര്യോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ സേനാപതിയായ അര്യോക്കിനോട് ചോദിച്ചു. അര്യോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്തു ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരയണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിശായേലിനോടും അസര്യാവോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗ്ഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നുവെന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്കും ജ്ഞാനവും ബലവും തന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചതു ഇപ്പോൾ എന്നെ അറിയിച്ചു. രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. അതുകൊണ്ട് ദാനിയേൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പാൻ രാജാവ് നിയോഗിച്ചിരുന്ന അര്യോക്കിന്റെ അടുക്കൽ ചെന്നു അവനോട്, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്, എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകണം, ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാമെന്ന് പറഞ്ഞു. അര്യോക്ക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹൂദാ പ്രവാസികളിൽ ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. ബേൽത്ശസ്സർ എന്നും പേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. അവൻ ഭാവികാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമേത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനങ്ങളും ആവിത്. രാജാവേ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമേത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല, രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനുമത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല താങ്കം കൊണ്ടും
നെഞ്ചും കൈയും വെള്ളികൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പുകൊണ്ടും കാൽ പാതി ഇരുമ്പുകൊണ്ടും പാതി കളിമണ്ണുകൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു വേനൽക്കാലത്തെ കളത്തിലെ പതിർപോലെയായി തീർന്നു. ഒരിടത്തും താങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്ര സ്വപ്നം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സിൽ അറിയിക്കാം. രാജാവെ, തിരുമനസ്സുകൊണ്ട് രാജാതിരാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താൽപര്യമോ അതൊരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നതുപോലെ രാജ്യത്വം ഒട്ടു ബലമുള്ളതും ഒട്ടു ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താൽപര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നതുപോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറിഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താൽപര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവന് ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധിദൈവവും രാജാധികർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവനു അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കിവെച്ചു. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകനാക്കി. ദാനിയേലോ രാജാവിന്റെ കോവിലകത്ത് പാർത്തു. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവനതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാസമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവും പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തി ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തുവന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്.
നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കൈയിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കൈയിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസരിന് കോപം മുഴുത്ത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ചു എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ട് ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെയല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിനു സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനു അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തുചെന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവെ പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിനു തീപിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെയല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. നെബൂഖദ്നേസർ എന്ന ഞാൻ എന്റെ അരമനയിൽ സ്വൈരമായും എന്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു അത് നിമിത്തം ഭയപ്പെട്ടു കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. സ്വപ്നത്തിന്റെ അർത്ഥം അറിയിക്കേണ്ടതിന് ബാബേലിലെ സകല വിദ്വാൻമാരെയും എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു. മന്ത്രവാദി ശ്രേഷ്ഠനായ ബെൽശസ്സരേ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നതുകൊണ്ടും ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താൽപര്യവും അർത്ഥവും പറക. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവിത്. ഭൂമിയുടെ നടുവിൽ ഞാനൊരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തോളം കാണാവുന്നതുമായിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴെ തണലിളച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ടു, അതിന്റെ കൊമ്പ് മുറിച്ചു, ഇല കുടഞ്ഞു, കായ് ചീതറിച്ചു കളവീൻ. അതിന്റെ കീഴിൽ നിന്നും മൃഗങ്ങളും കൊമ്പുകളിൽ നിന്നും പക്ഷികളും പോയിക്കൊള്ളട്ടെ. അതിന്റെ തായ്വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോടുകൂടെ നിലത്തെ പുല്ല് ഉപജീവനമായിരിക്കട്ടെ. അവന്റെ മാനുഷ്യ സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ. അങ്ങനെ അവന് 7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ
അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. നെബൂഖദ്നേസർ രാജാവായ ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ ബേൽശസ്സരേ, എന്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിന്റെ അർത്ഥം അറിയിപ്പാൻ കഴിയായകൊണ്ട് നീ അതിന്റെ അർത്ഥം അറിയിച്ചു തരണം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉള്ളതുകൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു. അപ്പോൾ ബേൽശസ്സർ എന്നു പേരുള്ള ദാനിയേൽ കുറെ നേരത്തെ സ്തംഭിച്ചിരുന്നു. അവൻ വിചാരങ്ങളാൽ പരവശനായി. രാജാവ് അവനോട്, ബേൽശസ്സരേ, സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു. ബേൽശസ്സർ ഉത്തരം പറഞ്ഞത്, യജമാനെ, സ്വപ്നവും തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാടാകുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ. തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ചു ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതിവരെയും എത്തിയിരിക്കുന്നു. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ചു കളവീൻ. എങ്കിലും അതിനെ തായ്വേർ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടുകൂടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവൻ 7 കാലം കഴിയുന്നതുവരെ അവന്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ. രാജാവേ, അതിന്റെ അർത്ഥം ഇതാകുന്നു: എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധി ഇതുതന്നെ. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെയാകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ലു തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. വൃക്ഷത്തിന്റെ തായ്വേർ വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ? വാഴുന്നത് സ്വർഗ്ഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജ്യത്വം തിരുമേനിക്ക് സ്ഥിരമാകും എന്നത്രേ. ആകയാൽ രാജാവേ, എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചുകൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭാവിച്ചു. 12 മാസം കഴിഞ്ഞിട്ടു അവൻ ബാബേലിലെ രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിതയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു: രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ലു തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസരിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ലു തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. Immediately what had been said about Nebuchadnezzar was fulfilled. For 7 years he ranged the wild lands of Babylon. But it was not until the full time of his exile was completed that he turned his eyes toward heaven and declared, "Praise be to the Most High. Honor and glory to him who lives forever." Rise, Nebuchadnezzar.
ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗ്ഗത്തേക്ക് കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതുമല്ലോ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്നു അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. No one may say him nay. ആ നേരത്ത് തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു. എന്റെ രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എന്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എന്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്കു അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗ്ഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ ഒക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. He is able to humble. Babylon. ബേൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വലിയ വിരുന്നൊരുക്കി അവർ കാൺക വീഞ്ഞു കുടിച്ചു. Bring me the golden vessels from the temple of Jerusalem. ബേൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളിപ്പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. But here they are spoiled for our gods, and they would have me use them as I see fit. Bring them! Yes. You see these vessels? In Jerusalem, they were used for the worship of their God. അങ്ങനെ അവർ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. To Marduk, the god of our city. Marduk! And to our idols of gold and silver, bronze and iron, wood and stone, partake of our pleasures and protect our city. തൽക്ഷണ ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ടു വിളക്കുന്ന നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി. അരയുടെ ഏപ്പ് അഴിഞ്ഞു, കാൽമുട്ടുകൾ ആടിപ്പോയി. രാജാവ് ഉറക്കെ വിളിച്ചു. ആഭിചാരകന്മാരെയും കൽദേരെയും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട്, ആരെങ്കിലും ഈ എഴുത്തു വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ചു രാജ്യത്തിന് മൂന്നാമനായി വാഴുവെന്ന് കൽപ്പിച്ചു. അങ്ങനെ രാജാവിന്റെ വിദ്വാൻമാരൊക്കെയും അകത്തു വന്നു. എങ്കിലും എഴുത്തു വായിപ്പാനും രാജാവിനെ അർത്ഥമറിയിപ്പാനും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ബേൽശസ്സർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു. അവന്റെ മുഖഭാവം മാറി. അവന്റെ മഹത്തുക്കൾ അമ്പരന്നുപോയി. രാജാവിന്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസായിരിക്കട്ടെ. തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്. മുഖഭാവം മാറുകയും അരുത്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്.
തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവെ തിരുമേനിയുടെ അപ്പൻ തന്നെ. ബേൽശസ്സർ എന്നു പേരുള്ള ദാനിയേൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കും എന്ന് ഉണർത്തിച്ചു. അങ്ങനെ അവർ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് കൽപ്പിച്ചത്, എന്റെ അപ്പനായ രാജാവ് യഹൂദയിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദാ പ്രവാസികളിൽ ഉള്ളവനായ ദാനിയേൽ നീ തന്നെയോ? Nebuchadnezzar, that I would speak to him only the truth, and that if he rather not hear it, he should ask me nothing. ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നുവെന്നും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ എഴുത്ത് വായിച്ചു അർത്ഥം അറിയിക്കേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും എന്റെ മുമ്പാകെ വരുത്തിയിരുന്നു. എങ്കിലും കാര്യത്തിന്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അർത്ഥം പറവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്ന് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു. ആകയാൽ ഈ എഴുത്ത് വായിച്ചു അതിന്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ മൂന്നാമനായി വാഴും. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരമുണർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു അർത്ഥം ബോധിപ്പിക്കാം. രാജാവ് അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസരിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വെക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു, അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസനത്തിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ അവന്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തുകളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി. അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടെ ആയിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ലുതീറ്റി. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവന്റെ മകനായ ബേൽശസ്സരേ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗ്ഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാൺമാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ചു ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഉഫാർസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്നുവെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിനു അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്നുവെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഫെറേസ് എന്നുവെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ചു മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. And Persians, this very night, your life will be demanded of you, and before the sun rises, your flesh will grow cold. Thus saith the Lord, your line is ended, your rule is over, your kingship is no more. Is there nothing to be done? No. In your arrogance, you have doomed not only yourself, but your house, your line, your inheritance, your city, and your kingdom. Choose now where you will spend your last few hours. But knowing your fate, who now will love thee? Who now will fear you? Will the least of your slaves comfort you, or will they desert you, seeking
to avoid the fate which is yours. അപ്പോൾ ബേൽശസ്സറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്നു അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. ആ രാത്രി തന്നെ കൽദേ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. I am King Belshazzar of the Babylonians. Unhand me! Surrender or die! Never! We'll never be able to find any basis for charges against him. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതെ ഇരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായ കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് ഉണർത്തിച്ചതെന്നാൽ, ദാര്യാവേശ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ. രാജാവെ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. Then speak of it. If, O king, you were to issue an edict that none in Babylon nor anywhere in the empire may pray to anyone, be it to God or man, except to you for a period of 30 days. But what of the gods of Persia whom I serve and obey? Well, you alone, O king, would be free to pray to them and offer them sacrifice. I approve your plan. I, Darius, command it be made so. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധന കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവെ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പ് തന്നെ എന്നുത്തരം കൽപ്പിച്ചു. അതിനു അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെയാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിയ വിരോധന കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നുവെന്ന് ഉണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ചു. അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്നു, രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധകൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു. Let it be known that for the next 30 days
Anyone who prays to any god or man other than Darius the king shall be thrown into the lion's den on the same day the offense is discovered. By my hand and seal, Darius the king, ruler of the Medes and Persians. Hear, O Israel, Lord our God, the Lord is one. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെക്കുറിച്ച് നിർണയത്തിനും മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. Have mercy on me, O God. No, no, take it away. All of it. Tonight I honor Daniel in silence and with fasting. Now leave me! പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടുകളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. Have mercy on me. In you my soul takes refuge. I am in the midst of lions, surrounded by ravenous beasts, whose teeth are spears, whose tongues are sharp as swords. I call upon your name, O Lord. From the depths of the pit, hear my plea. Come near. You say, do not fear. O Lord, take up my case. Redeem my life. Extol the Lord at all times. His praise be ever on my lips. But those who seek the Lord will lack for no good thing. A righteous man may have many troubles, but the Lord rescues him from them all. You have rescued me from the mouth of lions, and I will declare your name to my brothers.
in the congregation. I will praise you. Out of my way, Daniel. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ ഇരിക്കേണ്ടതിനു എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. Surely your God is above all men. For while you were in the lion's den, you were in his hand. You have deceived me as to your purpose. You fashioned my own words as a snare about my feet, knowing my edict could. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. But today they shall feed. No. Please, my king. Please. You fools! Did you not think I would punish you? No, my king. I, Darius, issue a decree. അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി തന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിനും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. And so I served Darius throughout his reign. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുമെന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ചു പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേൽ എന്ന ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ, ഒരുത്തൻ നദീതീരത്ത് ഇക്കരെയും മറ്റവൻ നദീതീരത്ത് അക്കരെയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട്, ഈ അതിശയകാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗ്ഗത്തേക്കുയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകുമെന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിനു അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ചു കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും.